ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് പഠിച്ചു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആയിരുന്നു. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി തിരിച്ചു പഠിക്കുകയാണ്. അത് എൽ ഓഫ് 1 എന്ന് പറയുന്ന 1/s ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഓരോന്നിൻ്റെതും L inverse of 1 by s square t, L inverse of 1 by s cube t square by 2 factorial, L inverse of 1 by s raised to n plus 1 is equal to t raised to n by n factorial, L inverse of 1 by s minus a equal to e raised to at, L inverse of 1 by s square plus w square equal to sin wt by w. അല്ലെങ്കിൽ L inverse of w by s square plus w square എന്ന് പറയുന്നത് sin wt അങ്ങനെയും പറയാം. L inverse of s by s square plus w square എന്ന് പറയുന്നത് cos wt, L inverse of a by s square minus a square എന്ന് പറയുന്നത് sin hat, L inverse of s by s square minus a square എന്ന് പറയുന്നത് cos hat. ഇനി നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. ആ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിലതും വെച്ചും നമ്മൾ L ഇൻവേഴ്സ് കാണുന്ന പ്രോബ്ലംസ് വരും. അതായത് L ഇൻവേഴ്സ് ഓഫ് w by s minus a the whole square plus w square is equal to w by s square plus w square എന്ന് പറയുന്നത് sin wtയുടെ ഫോർമുലയാണ്. ഇവിടെ എസിനെ റീപ്ലേസ് ചെയ്ത് s മൈനസ് എ ആണെങ്കിൽ e റേസ് ടു എ ടി ഇൻറ്റു സൈൻ wt എന്നായിരിക്കും വരുന്നത്. ഇതിൻ്റെ L ഇൻവേഴ്സ് കാണാൻ പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. That is L inverse of s minus a by s minus a the whole square plus w square. L inverse of s by s square plus w square എന്ന് പറയുന്നത് cos wt ആണ്. ഇവിടെ എസിനെ റീപ്ലേസ് ചെയ്ത് s മൈനസ് എ ആയതുകൊണ്ട് അവിടെ e റേസ് ടു എ ടി വരുന്നുണ്ട്. e റേസ് ടു എ ടി ഇൻറ്റു cos wt. അപ്പോൾ ഇത്രയും ഫോർമുലാസ് ഇൻവേഴ്സിൻ്റെതും പഠിക്കാം. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. ഇനി വരുന്ന പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ്. ഫൈൻഡ് ദ inverse Laplace transform of the following. First question, find L inverse of 5s plus 1 by s square minus 25. ഇതിൻ്റെ L ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഈസ് L ഇൻവേഴ്സ് ഓഫ് 5s plus 1 by s square minus 25. നമുക്കിത് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് L ഇൻവേഴ്സ് ഓഫ് 5s by s square minus 25 plus L inverse of 1 by s square minus 25. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തെടുക്കാം. 5 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് s by s square minus 25 പ്ലസ് L inverse of 1 by s square minus 25. ഇനി 5 ഇൻറ്റു ഇതിൻ്റെ L ഇൻവേഴ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് L ഇൻവേഴ്സ് എന്താണെന്ന് വെച്ചാൽ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന ഫോമിലാണ് കിടക്കുന്നത്. എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ L ഇൻവേഴ്സ് എന്ന് പറയുന്നത് കോസ് എച്ച് എ ടി ആണ്. എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയതുകൊണ്ട് അത് കോസ് എച്ച് എ ടി ആണ്. ദാറ്റ് ഈസ് കോസ് എച്ച് എ ടി.
ദറ്റ് ഈസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ കോസ് എച്ച് ഡബ്ല്യു ടി. ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് ഡബ്ല്യു സ്ക്വയർ. ഡബ്ല്യു എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ കോസ് എച്ച് 5t എന്ന് വരും. പ്ലസ് ഇനി നമുക്കറിയാം ഡബ്ല്യു ബൈ എസ് സ്ക്വയർ മൈനസ് ഡബ്ല്യു സ്ക്വയർ എന്ന് പറയുന്നത് അതായത് ലാപ്ലേസ് ഡബ്ല്യു ബൈ എസ് സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എന്ന് പറയുന്നത് ലാപ്ലേസ് ഓഫ് സൈൻ എസ് സ്ക്വയർ മൈനസ് ഡബ്ല്യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ഓഫ് സൈൻ എച്ച് എ ടി ആണ്. സൈൻ എച്ച് ഡബ്ല്യു ടി ആണ്. ലാപ്ലേസ് ഓഫ് സൈൻ എച്ച് ഡബ്ല്യു ടി ആണ് ഡബ്ല്യു ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ലാപ്ലേസ് ഓഫ് സൈൻ എച്ച് ഡബ്ല്യു ടി ബൈ ഡബ്ല്യു ആയിരിക്കും. ദാറ്റ് ഈസ് ഇതെങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് സൈൻ എച്ച് ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് 5 ആണ്. 5t ബൈ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്നത് ഇതാണ് ആൻസർ. അതായത് നമ്മളെ ലാപ്ലേസ് നല്ല തറവാണെങ്കിൽ ഇൻവേഴ്സ് എളുപ്പമായിരിക്കും. അത് ലാപ്ലേസ് ഓഫ് ഇത് കാണുമ്പോൾ തന്നെ അറിയണം ഇത് ഏത് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന ഫോമിലാണ്. എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എച്ച് എ ടിയുടെ ലാപ്ലേസ് ആണ്. അപ്പോൾ അതിന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കോസ് എച്ച് എ ടി ആയിരിക്കും. കോസ് എച്ച് ഡബ്ല്യു ടി. ഇവിടെ സൈൻ എച്ച് ഡബ്ല്യു ടി ബൈ ഡബ്ല്യു. 5 ബൈ എസ് സ്ക്വയർ മൈനസ് 25 എന്നായിരുന്നെങ്കിൽ സൈൻ എച്ച് 5t എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ 5 ഇല്ലാത്തത് കൊണ്ട് ഒരു ബൈ 5 വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ഓഫ് എസ് ബൈ എൽ സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് 1/4 ഇൻറ്റു പൈ സ്ക്വയർ. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഇത് നോക്കാം. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നൊരു ഫോമിലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ എസ് സ്ക്വയറിൻ്റെ കൂടെ ഒരു എൽ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറ്റണം. അതിന് എന്ത് ചെയ്യാം? എൽ സ്ക്വയർ കോമൺ എടുക്കാം. കോമൺ എടുത്താൽ എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 4 എൽ സ്ക്വയർ. ഇങ്ങനെ വിച്ച് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് പുറത്തെടുക്കാം. എൽ സ്ക്വയർ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 4 എൽ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/L സ്ക്വയർ ഇൻറ്റു ഇനി ഇത് ഏത് ഫോമിലാണ്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എന്ന ഫോമിലാണ്. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എന്ന് പറയുന്നത് കോസ് ഡബ്ല്യു ടി ആണ്. കോസ് ഡബ്ല്യു എന്ന് പറയുന്നത് പൈ ബൈ 2L എന്ന് വരും. ഡബ്ല്യു സ്ക്വയർ ആണ്. പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് പൈ ബൈ 2L ഇൻറ്റു ടി. ദിസ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് √2 ഇൻറ്റു s മൈനസ് √3. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് പ്രോഡക്റ്റായിട്ട് സെപ്പറേറ്റ് പ്രോഡക്റ്റായിട്ട് എടുത്ത് എഴുതാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1/s പ്ലസ് √2 ഇൻറ്റു s മൈനസ് √3 എന്ന് പറയുന്നതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ a/s പ്ലസ് √2 ഇൻറ്റു പ്ലസ് b/s മൈനസ് √3 ഇങ്ങനെ എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെയും ബിയുടെയും വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? എൽ സി എടുക്കുക. എൽ സി എന്ന് പറയുന്നത് എസ് പ്ലസ് √2 ഇൻറ്റു എസ് മൈനസ് √3 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്ത് വരും? എ ഇൻറ്റു
എസ് മൈനസ് റൂട്ട് 3 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് റൂട്ട് 2 എന്ന് വരും. ഡിനോമിനേറ്റർ സെയിം രണ്ട്, ദാറ്റ് ഈസ് 1 ബൈ എസ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എസ് മൈനസ് റൂട്ട് 3 ഈക്വൽ ടു ദിസ് 1 ബൈ എസ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എസ് മൈനസ് റൂട്ട് 3 എന്ന് വരും. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അതങ്ങ് ക്യാൻസലായിപ്പോയി. ന്യൂമറേറ്റർ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ന്യൂമറേറ്റർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് മൈനസ് റൂട്ട് 3 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് റൂട്ട് 2. ഇനി എയുടെയും ബിയുടെയും വാല്യൂ ആണ് കിട്ടേണ്ടത്. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് എസ്സിന് റൂട്ട് 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, എസ്സിന് പകരം റൂട്ട് 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ എയുടെ ടേം അങ്ങ് ക്യാൻസലായിപ്പോവും, 0 ആയിപ്പോവും. ബിയുടെ വാല്യൂ കിട്ടും. ബി എന്ന് പറയുന്നത് എന്ത് വരും? ഈക്വൽ ടു ബി ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ഈക്വൽ ടു 1 എന്ന് വരും. ബി ഈക്വൽ ടു 1 ബൈ റൂട്ട് 3 പ്ലസ് റൂട്ട് 2 എന്ന് വരും. അതുപോലെ എസ്സിന് നമ്മൾ മൈനസ് റൂട്ട് 2 കൊടുക്കുകയാണെങ്കിൽ ഈ ടേം അങ്ങ് ക്യാൻസലായി പോവും. എയുടെ വാല്യൂ കിട്ടും. എ എന്ന് പറയുന്നത് എന്ത് വരും? എ ഈക്വൽ ടു 1 ബൈ മൈനസ് ഓഫ് മൈനസ് കോമൺ എടുക്കാം, മൈനസ് റൂട്ട് 2 മൈനസ് റൂട്ട് 3 എന്ന് വരും. മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ മൈനസ് 1 ബൈ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഇങ്ങനെ വരും. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇനി അത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എ എന്ന് പറയുന്നത് മൈനസ് ഓഫ് 1 ബൈ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ആണ്, ബൈ എസ് പ്ലസ് റൂട്ട് 2 പ്ലസ് ബി എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ആണ്, അപ്പോൺ എസ് മൈനസ് റൂട്ട് 3. ദാറ്റ് ഈസ്, ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കത് പുറത്തെടുക്കാം. റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ്. ഇതിൻ്റെ എല്ലാം എൽ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ്, that is L inverse of 1 by S plus root 2 plus 1 by root 2 plus root 3 into L inverse of 1 by S minus root 3, which is equal to minus 1 by root 2 plus root 3 into what is L inverse of 1 by S plus root 2. 1 by S minus A എന്ന് പറയുന്നത് 1 by S minus A എന്ന് പറഞ്ഞാൽ സോറി 1 by S plus A എന്ന് പറഞ്ഞാൽ അതിൻ്റെ L ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എസ് പ്ലസ് എ ആണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് റൂട്ട് 2 ടി ആണ്. ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി എന്ന് പറയുന്നത് 1 ബൈ എസ് പ്ലസ് എ ആണ്. അപ്പോൾ ഇവിടെ 1 ബൈ എസ് പ്ലസ് എയുടെ എൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് റൂട്ട് 2 ടി പ്ലസ് 1 ബൈ റൂട്ട് 2 പ്ലസ് 1 ബൈ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് എ എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ആണ്. ഇ റേസ് ടു എ ടി വിച്ച് ഈസ് ഈക്വൽ ടു, രണ്ടിൽ നിന്നും നമുക്ക് കോമൺ ആയിട്ട് 1 ബൈ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 എടുക്കാം. പിന്നെ എന്ത് വരും? ഇ റേസ് ടു റൂട്ട് 3 ടി മൈനസ് ഇ റേസ് ടു മൈനസ് റൂട്ട് 2 ടി ഇതാണ് ആൻസർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ പാർഷ്യൽ ഫ്രാക്ഷനാക്കി സ്പ്ലിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റൂ. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഇതാണ് 1 ബൈ എസ് മൈനസ് എസ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എസ് മൈനസ് റൂട്ട് 3 ഈ ഫോമിലാണ് വരുന്നതെങ്കിൽ എ ബൈ എസ് പ്ലസ് റൂട്ട് 2 പ്ലസ് ബി ബൈ എസ് മൈനസ് റൂട്ട് 3. ഇനി എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഇക്വേറ്റ് ചെയ്യുക, കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഫോർമുല ആ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റിക്കൊണ്ടുവരിക. അതാണ് ഈ ടൈപ്പിലെ പ്രോബ്ലംസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ,
ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. -s+11/s² - 3. ഈ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് വെച്ച് രണ്ട് സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ എഴുതാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് വെച്ച് ചെയ്യാം. രണ്ട് സ്ക്വയർ ടേംസിൻ്റെ സമ്മോ ഡിഫറൻസോ ആയിട്ട് എഴുതാം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? s² - 2s - 3. അതിന് s² - 2s ഫസ്റ്റ് 2 ടേം അതുപോലെ എഴുതി. ഇനി തേർഡ് ടേം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ടേമിൻ്റെ, അതായത് എസിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 വരും. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 വരും. അത് ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക. പിന്നെ -3 അവിടെ ഉണ്ട്, അതുപോലെ എഴുതി. അപ്പോൾ ഈ കിട്ടുന്നതെന്ന് പറയുന്ന ഒരു സ്ക്വയർ ടേം ആയിരിക്കും. ഇതിൻ്റെ സ്ക്വയറാണ് s−1 അതിൻ്റെ സ്ക്വയറാണ്. ഇതെന്ത് വരും? -1 -3 എന്ന് പറയുന്നത് -4 എന്ന് വരും. അപ്പോൾ രണ്ട് സ്ക്വയർ ടേംസ് ആണ് വന്നത്. s−1² - 2² എന്ന ഫോമിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത പോളിനോമിയൽസ് ആണ് വരുന്നതെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് വെച്ച് രണ്ട് സ്ക്വയർ ടേംസിൻ്റെ സമ്മോ ഡിഫറൻസോ ആയിട്ട് എഴുതുക. ഇനി നമുക്ക് എന്ത് എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് -s+11/s−1² - 4. എങ്ങനെ? നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് -s/(s−1²) - 4. ഈ മൈനസിനെ ഇങ്ങനെ പുറത്തെടുക്കാം, അതാണ് നല്ലത്. 4 + 11 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s−1² - 4. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി മൈനസ് ഓഫ് എൽ ഇൻവേഴ്സ് ഓഫ്, ഇനി നമുക്കറിയാം s/s² - a² എന്നുള്ളതിനാണ് നമുക്ക് ഫോർമുല ഉള്ളത്. ഇവിടെ എസ്സിനെ റീപ്ലേസ് ചെയ്ത് s-1 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിൽ എസ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് എഴുതാം. എസ്സിനെ റീപ്ലേസ് ചെയ്ത് s-1 എന്ന് എഴുതാം. ഒരു -1 ചെയ്യുമ്പോൾ വാല്യൂം ചേഞ്ച് ആവാതിരിക്കാൻ ഒരു +1 ഇട്ട് കൊടുക്കാം. s−1² - 4 +11 ഇൻറ്റു ഇതിൻ്റെ എൽ ഇൻവേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. 1/s² - a² എന്ന് പറയുന്നത് sin hwt/w. ഇനി ഇവിടെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് s−1/s−1² - 4 മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആവും. മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s−1² - 4 പ്ലസ് 11/2 ഇൻറ്റു sin hwt which is equal to minus of what is s/s² - a²? That is cos h ആണ്. cos h സോറി, ഇവിടെ ഒരു sin hwt ആണ് ഫോർമുല. പക്ഷേ ഇവിടെ എസ്സിനെ റീപ്ലേസ് ചെയ്ത് s-1 വന്നിട്ടുണ്ട്. s-1 വന്നാൽ അവിടെ e⁻t എന്ന ഫോമും കൂടെ വരും. e⁻t കൂടെ വരും. കാരണം എസ്സിനെ റീപ്ലേസ് ചെയ്ത് s-1 വന്നിട്ടുണ്ട്. അപ്പോൾ 1/s² - a² എന്ന് പറയുന്നത് sin hwt sin hat/a ആണ്, അല്ലെങ്കിൽ sin hwt/w ആണ്. ഈ എസ്സിനെ റീപ്ലേസ് ചെയ്ത് s-1 വരുമ്പോൾ അവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് e⁻ ഒരു ടേം വരും. s-1 ആയതുകൊണ്ട് e⁻t ആണ് വരുന്നത്.
ഇ റേസ് ടു ടി ഇൻറ്റു സൈൻ എച്ച് ടു ടി ബൈ ടു. ഇവിടെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എച്ച് ഡബ്ല്യു ടി ആണ്. എസ് ബൈ എസ് സ്ക്വയർ മൈനസ് ഡബ്ല്യു സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എച്ച് ഡബ്ല്യു ടി ആണ്. കോസ് എച്ച് ഡബ്ല്യു ടി, പക്ഷേ ഇവിടെ എക്സിനെ റീപ്ലേസ് ചെയ്ത് എസ് മൈനസ് വൺ വന്നതുകൊണ്ട് ഇ റേസ് ടു ടി വരുന്നുണ്ട്. ഇ റേസ് ടു ടി ഇൻറ്റു കോസ് എച്ച് ഡബ്ല്യു ടി, ഡബ്ല്യു എന്ന് പറയുന്നത് ടു ടി എന്ന് വരും. മൈനസ് ഇതെന്ന് പറയുന്നത് സൈൻ എച്ച് ടു ടി ബൈ ടു ഇ റേസ് ടു വരും. ഇ റേസ് ടു ടി ഇൻറ്റു സൈൻ എച്ച് ടു ടി ബൈ ടു പ്ലസ് 11/2 ഇ റേസ് ടു ടി ഇൻറ്റു സൈൻ എച്ച് ടു ടി which is equal to -1/2 പ്ലസ് 11/2 എന്ന് പറയുന്നത് -10/2 എന്ന് വരും. ദാറ്റ് ഈസ് -5 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ -5 എന്ന് വരും. മൈനസ് ഇ റേസ് ടു ടി കോസ് എച്ച് ടു ടി മൈനസ് 5 ഇ റേസ് ടു ടി സൈൻ എച്ച് ടു ടി. ഇതാണ് ആൻസർ. സോറി, ഇവിടെ -1/2 പ്ലസ് 11/2, അപ്പോൾ പ്ലസ് 10/2 ആണ്. അപ്പോൾ +5 ആണ്. +5 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 2π/s + π ദ ഹോൾ ക്യൂബ്. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. നമുക്കറിയാം പൈ ഇങ്ങ് കോമൺ എടുക്കുകയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 2/s + π ദ ഹോൾ ക്യൂബ് എന്ന് വരും. π ഇൻറ്റു 2/s ക്യൂബ്. 2/s ക്യൂബ് എന്ന് പറയുന്നത് എന്തിൻ്റെ ലാപ്ലേസ് ആണ്? ലാപ്ലേസ് ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് 2/s ക്യൂബ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ്, അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 2/s ക്യൂബ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. 2/s ക്യൂബ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. ടി സ്ക്വയറിൻ്റെ എല്ലിന്, പക്ഷേ എസ്സിനെ ഇവിടെ റീപ്ലേസ് ചെയ്ത് s + π എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇ റേസ് ടു -πt എന്നൊരു ടേമും കൂടെ വരും. ദാറ്റ് ഈസ് പൈ ഇ റേസ് ടു -πt ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് എൽ ഇൻവേഴ്സ്, ഇതിൻ്റെ എൽ ഇൻവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. Find L inverse of 2s plus 1 by s square plus 2s plus 5. ഈ ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം, ചോദിക്കുന്നതാണ്. 2s by s square plus 2s plus 5. ഇവിടെ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് വെച്ച് ചെയ്യാം. s square plus 2s plus 5 അതിനെങ്ങനെ എഴുതാം? s square plus 2s plus 1 minus 1 plus 5 എന്ന് വരും. That is s plus 1 the whole square plus 4 എന്ന് വരും. അപ്പോൾ L inverse of 2s plus 1 by s plus 1 the whole square plus 4. ഇത് നേരത്തെ പോലെ നമ്മൾ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. L inverse of 2s by s plus 1 the whole square plus 4
plus L inverse of 1 by s plus 1 the whole square plus 4 which is equal to 2 ഇങ്ങ് കോമൺ എടുക്കുകയാണെങ്കിൽ എസ് പ്ലസ് 1 വേണം. എസ് പ്ലസ് 1 വേണം. എസിനെ റീപ്ലേസ് ചെയ്ത് എസ് പ്ലസ് 1 വേണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എസ് പ്ലസ് 1 എന്ന് എഴുതി പകരം ഒരു മൈനസ് 1 ഇട്ട് കൊടുത്തു. ബൈ എസ് പ്ലസ് 1 the whole square plus 4 plus L inverse of 1 by s plus 1 the whole square plus 4 which is equal to 2 into L inverse of ഇത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. L inverse of s plus 1 by s plus 1 the whole square plus 4 minus 2 into L inverse of 1 by s plus 1 the whole square plus 4 plus L inverse of 1 by s plus 1 whole square plus 4. അപ്പോൾ മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുന്നത് മൈനസ് 1. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം മൈനസ് 1 which is equal to 2 into s by L inverse of s by s square plus w square എന്ന് പറയുന്നത് കോസ് ഡബ്ല്യു ടിയുടെ ലാപ്ലേസ് ആണ് ഇത്. അപ്പോൾ എൽ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എസിനെ റീപ്ലേസ് ചെയ്ത് എസ് പ്ലസ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ടി വരുന്നുണ്ട് ഇൻറ്റു കോസ് ഡബ്ല്യു ടി. ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് 2 ആണ്, 2t മൈനസ് ഇത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ ഡബ്ല്യു ടി ബൈ ഡബ്ല്യുവിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ആണ്. ദറ്റ് ഈസ് ഇ റേസ് ടു എസിനെ റീപ്ലേസ് ചെയ്ത് എസ് പ്ലസ് 1 വരുന്നതുകൊണ്ട് ഇ റേസ് ടു മൈനസ് ടിയും വരും ഇൻറ്റു സൈൻ ഡബ്ല്യു ടി എന്ന് പറയുന്നത് 2t ബൈ 2. അപ്പോൾ ഇതാണ് ആൻസർ. ദിസ് ഈസ് ദ ആൻസർ. 2 ഇ റേസ് ടു മൈനസ് ടി കോസ് 2t മൈനസ് ഇ റേസ് ടു മൈനസ് ടി സൈൻ 2t ബൈ 2. ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് വെച്ച് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 7th one. L inverse of 4s plus 5 by s plus 1 the whole square into s minus 2. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്. എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് 2 എന്നാണ് ഡിനോമിനേറ്റർ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുന്നത് എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് മൈനസ് 2. ഇപ്പോൾ എസ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ആയിരുന്നെങ്കിൽ എ ബൈ എസ് പ്ലസ് 1 ബി ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് ഡി ബൈ എസ് മൈനസ് 2 അങ്ങനെ എടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എയും ബിയും സി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത് എൽ സി എടുത്ത് ഇക്വേറ്റ് ചെയ്തോ ക്യാൻസൽ ചെയ്തോ ഒക്കെ കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതുകയാണ്. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ചെയ്ത് നോക്കുക. എ എന്ന് പറയുന്നത് -13/9, ബി എന്ന് പറയുന്നത് -1/3, സി എന്ന് പറയുന്നത് 13/9. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നോക്കിക്കോണം. വിച്ച് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് -13/9 ബൈ എസ് പ്ലസ് 1, ബി എന്ന് പറയുന്നത് -1/3 ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, സി എന്ന് പറയുന്നത് +13/9 ബൈ എസ് മൈനസ് 2. ഇതിൻ്റെ എല്ലാം എൽ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ് which is equal to -13/9 into L inverse of 1 by s plus 1 is e raised to minus t minus 1/3 into L inverse of
1/s². n/s² എൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ ഈ എസ്സിനെ റീപ്ലേസ് ചെയ്ത് s+1 വന്നുകൊണ്ട് e⁻⁻t ഇൻറ്റു ടി എന്ന് പ്ലസ് 13/9 ഇൻറ്റു 1/s ലാപ്ലേസ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ എസ്സിനെ റീപ്ലേസ് ചെയ്ത് s-2 ആയതുകൊണ്ട് e⁻²t ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് e⁻²t. ഇതാണ് ആൻസർ. ഓക്കെ, താങ്ക് യു.